CPM പത്തനംതിട്ട സമ്മേളനത്തിൽ തന്നെ വിമർശിച്ചവർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ രംഗത്ത്. വായിൽ തോന്നിയത് പറയുന്ന ആളല്ല താനെന്നും മിണ്ടാതിരിക്കാൻ പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ലെന്നും മുൻ മന്ത്രി ജി സുധാകരൻ തിരിച്ചടിച്ചു. താൻ വിശ്രമിക്കുകയൊന്നുമല്ല. അങ്ങനെ പറയാൻ പത്തനംതിട്ടയിലെ ആ സുഹൃത്തിന് യാതൊരു അധികാരവുമില്ല. അതാരാണെന്ന് താൻ അന്വേഷിച്ചിട്ടില്ല. എന്നാൽ അത് തന്നെ കേരളം മൊത്തം അപമാനിക്കാൻ വേണ്ടിയുള്ള ആക്ഷേപമാണെന്നും ജി സുധാകരൻ പറയുന്നു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വായിൽ തോന്നിയത് പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം ഉന്നയിച്ച ആളെ കൊണ്ട് ആരോ പിന്നിൽ നിന്ന് പറയിപ്പിച്ചതാകും. ആലപ്പുഴയിലും ചിലർ തന്നെ കല്യാണത്തിലും മറ്റും വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് തന്റെ പ്രസ്താവന എന്ന വിമർശനത്തെക്കുറിച്ചും സുധാകരൻ പ്രതികരിച്ചു. ശ്രദ്ധ പിടിച്ചുപറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത്? അതുതന്നെയല്ലേ കാർൽ മാർക്സും പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും. എന്നാൽ പാർട്ടിക്കകത്ത് പറയേണ്ടത് അകത്തു മാത്രമേ പറയൂ. സാമൂഹിക വിമർശനങ്ങൾ തുറന്നു തന്നെ പറയണം. പൊതു ഖജനാവ് കൊള്ളയടിക്കുന്നവർ, അഴിമതി നടത്തുന്നവർ, വർഗീയവാദികൾ, വൃത്തികേട് കാണിക്കുന്നവർ തുടങ്ങിയവരെ താൻ വിമർശിക്കാറുണ്ട്. അതിഷ്ടപ്പെടാത്തവരാണ് തന്നെ വിമർശിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ പറ്റിയാണ് എന്ന് സ്വയം ഏറ്റെടുക്കുന്നത് എന്തിനാണെന്നും സുധാകരൻ ചോദിക്കുന്നു. സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുൻപ് പി കൃഷ്ണപിള്ള അടക്കം സാമൂഹിക പ്രവർത്തനങ്ങളിലല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്? സാമൂഹിക പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിത്തറ. സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നും വഴിമാറിപ്പോയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളുണ്ടാകില്ല. ചില പാർട്ടികൾക്ക് സോഷ്യൽ സർവീസ് ഇല്ലാത്തതാണ് അവർക്ക് ആളില്ലാതാകാൻ കാരണം. CPMന് സോഷ്യൽ സർവീസ് ഉണ്ട്. താൻ സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറയുന്നു. അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിലും തനിക്കും കുറച്ച് പ്രാധാന്യമുണ്ട്. താൻ വിശ്രമ ജീവിതം നയിക്കുകയല്ല. ജില്ലയിൽ 1480 പൊതുപരിപാടികളിൽ പങ്കെടുത്തു. ജില്ലയ്ക്ക് പുറത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 17 പരിപാടികളിലും പങ്കെടുത്തിരുന്നു. 4 വർഷം കൊണ്ട് 3652 പരിപാടികളിലാണ് പങ്കെടുത്തത്. അവരെല്ലാം എന്നെ വിളിക്കുന്നത് ഞാൻ ചെല്ലണമെന്നതുകൊണ്ടാണല്ലോ എന്നും സുധാകരൻ പറഞ്ഞു. പോകുന്ന ഒരിടത്തു നിന്നും പണം ചോദിച്ചു വാങ്ങാറില്ല. ദീർഘദൂരമുള്ള പരിപാടികളിൽ ചെന്നാൽ കാറിന്റെ പെട്രോളിന്റെ പണവും ഡ്രൈവറുടെ കാശും തരും. അത് വാങ്ങിക്കും. ഭാര്യയുടെയും എന്റെ പെൻഷൻ കാശും മാത്രമാണ് വരുമാനം. വേറെ വരുമാനമൊന്നുമില്ലല്ലോ. പരിപാടിക്ക് വിളിക്കുന്ന എല്ലാവർക്കും പൈസ തരാനൊന്നും ഉണ്ടാകില്ല. അപ്പോൾ കയ്യിൽ നിന്നും കാശ് മുടക്കിയാകും പോകുന്നതെന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും ജി സുധാകരനെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് സുധാകരന്റെ മറുപടി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.